ICC ചാമ്പ്യൻസ് ട്രോഫി നേടി ഒരിക്കൽ കൂടി ക്രിക്കറ്റ് ലോകത്തിന്റെ നെറുകയിലെത്തിയെങ്കിലും റെഡ് ബോൾ ഫോർമാറ്റിൽ തുടരുന്ന മോശം ഫോം മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. സ്വന്തം മണ്ണിൽ ന്യൂസിലാൻഡിനോടും ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയയോടും പരാജയപ്പെട്ടാണ് ഇന്ത്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മോഹങ്ങൾ അടിയറവ് വെച്ചത്. IPLന് ശേഷം ഇന്ത്യ വീണ്ടും ടെസ്റ്റ് മത്സരങ്ങളിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. പട്ടൗഡി ട്രോഫിക്കായി ഇംഗ്ലണ്ടിനെതിരെയാണ് 2025-27 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിലെ ആദ്യ മത്സരം. 5 മത്സരങ്ങളുടെ പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടാണ് വേദിയാകുന്നത്. ജൂൺ 20 മുതലാണ് പോരാട്ടം ആരംഭിക്കുന്നത്. ഈ മത്സരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇംഗ്ലണ്ട് സൂപ്പർ താരം ബെൻ ഡക്കറ്റ്. ഇംഗ്ലണ്ടിൽ ഇന്ത്യയെ നേരിടുന്നത് മറ്റൊരു ഫീലാണ് എന്നും ഇന്ത്യയെ പരാജയപ്പെടുത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്നുമാണ് ഡക്കറ്റ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹോം കണ്ടീഷനിൽ ഇന്ത്യയെ നേരിടുന്നത് എവേ ഗ്രൗണ്ടുകളിൽ അവരെ നേരിടുന്നതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഇന്ത്യയെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾക്ക് ഇതിൽ ഏറെ ആത്മവിശ്വാസമുണ്ട്. ഇത് ഏറെ ആവേശം നൽകുന്ന പരമ്പരയായിരിക്കുമെന്ന് ഡക്കറ്റ് പറഞ്ഞു. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി എന്നിവരെ നേരിടുന്നത് പ്രയാസമാണെങ്കിലും തങ്ങളെ അത്ഭുതപ്പെടുത്താൻ ബുംറയ്ക്കോ ഷമിക്കോ ഇപ്പോൾ സാധിക്കുന്നില്ല എന്നും ഡക്കറ്റ് കൂട്ടിച്ചേർത്തു. ഇതിനു മുമ്പ് ബുംറയെ 5 ടെസ്റ്റ് പരമ്പരകളിൽ ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇക്കാരണത്താൽ ബുംറയിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കണമെന്നതിനെ സംബന്ധിച്ചും എനിക്ക് ധാരണയുണ്ട്. അദ്ദേഹത്തിന്റെ സ്കില്ലും ടാക്ടിക്സും എനിക്കറിയാമെന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. മുഹമ്മദ് ഷമി, ബുംറ തുടങ്ങിയ ബൗളർമാരെ നേരിടുക എന്നത് ഏറെ പ്രയാസമേറിയ കാര്യം തന്നെയാണ്. എന്നാൽ തുടക്കത്തിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിച്ചാൽ റൺ സ്കോർ ചെയ്യാൻ എനിക്ക് ധാരാളം അവസരമുണ്ടാകുമെന്നത് എനിക്ക് ഉറപ്പാണ്. ഒന്നിനും എന്നെ തടയാൻ സാധിക്കില്ല എന്ന് ഡക്കറ്റ് പറഞ്ഞു. ടെസ്റ്റ് ഫോർമാറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ മികച്ച ട്രാക്ക് റെക്കോർഡുകളല്ല ഇന്ത്യക്കുള്ളത്. 1932 മുതൽ 19 തവണയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിൽ പര്യടനം നടത്തിയത്. ഇതിൽ 3 പരമ്പര മാത്രമാണ് ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചത്. വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ 2021 നടന്ന പരമ്പരയിൽ 4 മത്സരങ്ങൾ അവസാനിക്കവേ 2-1 ലീഡുമായി ഇന്ത്യ വിജയം നേടുമെന്ന് ഉറപ്പിച്ചിരിക്കവെയാണ് കോവിഡ് പടർന്നു പിടിക്കുന്നത്. ഒരു വർഷത്തിനിപ്പുറം ബെർമിംഗ്ഹാമിൽ പരമ്പരയിലെ അവസാന മത്സരം വീണ്ടും ഷെഡ്യൂൾ ചെയ്തു. ഈ മത്സരത്തിൽ സമനില നേടിയാൽ പോലും പരമ്പര സ്വന്തമാക്കാമെന്നിരിക്കെ ബുംറയുടെ ക്യാപ്റ്റൻസിയിലിറങ്ങിയ ഇന്ത്യ മത്സരം പരാജയപ്പെടുകയും പരമ്പര സമനിലയിൽ അവസാനിക്കുകയുമായിരുന്നു.